ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ HSA നാച്ചുറൽ സയൻസിൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. HSA നാച്ചുറൽ സയൻസ് നമുക്കറിയാം എക്സാം മലയാളത്തിലാണ്. സോ നമ്മൾ തറവായിട്ട് മലയാളം ടേംസ് മനസ്സിലാക്കണം. അതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം. 5ാം ക്ലാസ് മുതൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈസ്കൂൾ ലെവലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര എന്നുള്ള പോർട്ടലിൽ നമുക്ക് 5 മുതലുള്ള ടെക്സ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. 5 ചെറിയ ക്ലാസ്, നമുക്ക് 5 മുതൽ മതി. സോ ആ ക്ലാസ്സിലെ ടെക്സ്റ്റ് മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. +2 വരെയുള്ളത് അവൈലബിൾ ആണ്. സോ അതൊക്കെ റെഫർ ചെയ്യാനുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അത് മാക്സിമം വായിച്ച് ആ ടേംസ് നമ്മുടെ മനസ്സിലോട്ട് എത്തിക്കുക. അതിനുശേഷം ടോപ്പിക്സ് തറവായിട്ട് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഇവിടെ ഞാൻ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ ജെനറ്റിക്സ്. നമ്മുടെ സിലബസിൽ ഹ്യൂമൻ ജെനറ്റിക്സ് എന്നുള്ള പോർഷനിൽ വരുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഇൻ മാനിൽ കാണുന്ന ക്രോമസോം അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്ന ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അതിൽ 2 ടൈപ്പ് ഡിസോർഡേഴ്സാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഓട്ടോസോമൽ ആൻഡ് അലോസോമൽ ഡിസോർഡേഴ്സ്. ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് നമുക്ക് നോക്കാനുള്ളത് ഡൗൺ സിൻഡ്രോം ആൻഡ് എഡ്വേർഡ് സിൻഡ്രോം. അതുപോലെ അലോസോമൽ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. ഇതാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. സോ ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമുക്ക് ക്രോമസോംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. എവിടെയാണ് ക്രോമസോംസ് കാണുന്നത്? ന്യൂക്ലിയസ് അഥവാ മർമ്മം അല്ലേ. ന്യൂക്ലിയസോ മർമ്മത്തിൽ. ഇതാണ് ഒരു സെല്ല് എന്നുണ്ടെങ്കിൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ മറ്റ് സെൽ ഓർഗനൽസ് ഉണ്ട്. സോ ആ സെൽ ഓർഗൻസിൽ ഒന്നാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലേ, ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. ക്രോമസോംസ്. സോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിൽ കാണപ്പെടുന്ന നൂല് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ക്രോമസോംസ് എന്ന് പറയുന്നത്. ഈ ക്രോമസോംസിൽ എന്തുണ്ട്? ഈ ക്രോമസോംസിൽ ജീൻസ് ഉണ്ട്. എന്തുണ്ട്? ക്രോമസോംസിൽ ജീനുകളുണ്ട് അല്ലേ. ജീനുകളിൽ എന്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? പർട്ടിക്കുലർ ഇൻഫോർമേഷൻ. ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ജീൻസ് ഉണ്ടാവും. ആ ജീനുകളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ചെയ്യപ്പെടും. സോ ക്രോമസോംസ് എന്ന് പറയുന്നത് മർമ്മത്തിൽ കാണപ്പെടുന്ന നൂല് പോലെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ആ ക്രോമസോമിൽ ജീനുകളുണ്ട്. ആ ജീനുകളിലാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മളെ കുറിച്ചുള്ള, നമ്മുടെ ഹൈറ്റ് ആകാം, അതുപോലെ തന്നെ നമ്മുടെ കേൾ ഹെയറിൻ്റെ കളറാവാം, ഹെയറിൻ്റെ സ്ട്രക്ചർ ആകാം, ഐ കളറാകാം. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും ജീനുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ ഈ ജീനുകൾ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യപ്പെടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്രോമസോംസ് എന്ന് പറയുന്നത്? ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ത്രെഡ് പോലെയുള്ള അല്ലെങ്കിൽ നൂല് പോലെയുള്ള ഘടനകളെയാണ് ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നത്. ദേ ആർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇതിനെന്താ? അത് ജീനുകളുടെ രൂപത്തിൽ പാരമ്പര്യ വിവരങ്ങൾ വഹിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ജീനുകളുണ്ട്. ക്രോമസോമിൽ ജീനുകളുണ്ട്. ആ ജീനുകളിൽ എന്താണ്? ജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ലെങ്ത് ഓഫ് DNA ഓർ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് DNA ഓർ ക്രോമസോം വിച്ച് ക്യാരി സ്പെസിഫിക് ഇൻഫോർമേഷൻ അല്ലേ, ജീൻസ് എന്ന് പറയുന്നത്. സോ ആ ജീൻസിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ പാരമ്പര്യ വിവരങ്ങൾ. അതായത് നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ നമ്മളെ കണ്ടിട്ട് അമ്മയുടെ പോലെ ഉണ്ട്, അമ്മയുടെ പോലത്തെ മുടി. അതെന്താണ്? നമ്മുടെ മുടിയുടെ ഇൻഫോർമേഷൻ അമ്മയുടെ ജീനിലുണ്ടായിരുന്ന ആ ജീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ പാരമ്പര്യ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഇൻഫോർമേഷൻസ് ഈ ജീനുകളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ദെൻ മാതാപിതാക്കളിൽ നിന്ന് ഇത് സന്താനങ്ങളിലോട്ട്, നെക്സ്റ്റ് ജനറേഷനിലോട്ട് കൈമാറ്റം ചെയ്യുന്നു. നമുക്കറിയാം ഓരോ ജീവിവർഗത്തിനും ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്രോമസോം നമ്പർ ആയിരിക്കില്ല മൗസിൻ്റേത്, അതുപോലെ ഡ്രോസോഫിലയുടേത്, അതുപോലെ വേറെ പ്ലാന്റിനും വേറെ ക്രോമസോം നമ്പർ ആയിരിക്കും. സോ ഓരോ ജീവിവർഗത്തിനും ഓരോ പർട്ടിക്കുലർ ക്രോമസോം നമ്പർ കാട്ടും. നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എല്ലാ
ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്രോമസോം നമ്പർ അല്ല ഒരു എലീനെ എടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. പക്ഷേ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും എങ്ങനെ തന്നെയായിരിക്കും? ഒരേ ക്രോമസോം നമ്പർ ആയിരിക്കും. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിന് എത്ര ക്രോമസോം ഉണ്ട്? 23 പെയേഴ്സ് ഓഫ് ക്രോമസോം. 23 ജോഡി ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീയിങ്സിന് മനുഷ്യരിൽ കാണാനായിട്ട് പറ്റുക. അതായത് 46 ക്രോമസോംസ് കാണും. അതിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലൈംഗിക ക്രോമസോംസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കുക, ഓരോ ജീവിവർഗത്തിനും ഓരോ പ്രത്യേക ഘടനയിലും നിലവിലുള്ള ക്രോമസോമുകളുടെ എണ്ണവുമുണ്ട്. എന്താ സംഭവിക്കുക? കോശ വിഭജന സമയത്ത്, അതായത് സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ ക്രോമസോംസുകൾ സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഈ സെൽ ഡിവിഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് കാരണം എന്ത് പറ്റും? ഈ ക്രോമസോമുകളുടെ ഘടനയിലോ ക്രോമസോമുകളുടെ സ്ട്രക്ചറിലോ അഥവാ നമ്പറിലോ മാറ്റം സംഭവിക്കും. സെൽ ഡിവിഷൻ്റെ സമയത്ത് ഇപ്പോൾ ഒരു സെല്ലിൽ, ഇതാണ് ഒരു സെല്ല്, ഇവിടെ എന്ത് സംഭവിച്ചു? മെയിൽ പാരൻറ്റിനുള്ള ക്രോമസോം വന്നു, അതുപോലെ തന്നെ ഫീമെയിൽ പാരൻറ്റിനുള്ള ക്രോമസോം വന്നു. ദെൻ ഇത് സെപ്പറേറ്റ് ചെയ്യും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷനൊക്കെ നടന്ന് ക്രൊമാറ്റിഡ്സിൻ്റെ സെപ്പറേഷൻ നടക്കണം. ഈ സെപ്പറേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സെപ്പറേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിഫക്ട്സ് വരും. അതിൻ്റെ നമ്പറിന് ഡിഫക്ട്സ് വരാം, അതുപോലെ സ്ട്രക്ചറൽ ഡിഫക്ട്സും വരാം എന്നാണ് പറയുന്നത്. നോക്കുക, ഫസ്റ്റ് പിക്ചർ. ദിസ് ഈസ് ദ ഹ്യൂമൻ ക്രോമസോം അല്ലെങ്കിൽ ഹ്യൂമൻ കാരിയോടൈപ്പ് അല്ലെ. ക്രോമസോമുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പിക്ടോറിയൽ അറേഞ്ച്മെൻറ്റിനെയാണ് കാരിയോടൈപ്പ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്രോമസോംസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത് ഇവിടെ. 23 പെയർസ് ഓഫ് ക്രോമസോം ഉണ്ട്. അതിൽ 22 പെയർ, 22 പെയർ എന്താണ്? ഓട്ടോസോംസ് ആണ്. ദെൻ ലാസ്റ്റ് പെയർ 23rd എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം. അത് മെയിൽസിലാണെന്നുണ്ടെങ്കിൽ, പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ XYയും സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ XX എന്നായിരിക്കും കാണാനായിട്ട് പറ്റുക. അതിന് ഓരോന്നിനും പർട്ടിക്കുലർ ഷേപ്പ് എല്ലാം ഉണ്ട്. സോ സെൽ ഡിവിഷൻ്റെ സമയത്തുള്ള പ്രോബ്ലംസ് കാരണം അല്ലെങ്കിൽ ക്രമക്കേടുകൾ കാരണം ക്രോമസോമിൻ്റെ നമ്പറിൽ ചേഞ്ച് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഓർ ഷേപ്പ് ഡിഫക്ട്സ് ഒക്കെ വരാം. അതങ്ങനെ ഓരോ ഡിസോർഡറിന് കാരണമാവും. ഇങ്ങനെ വരുന്ന ഡിസോർഡേഴ്സിനെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക. ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ദെൻ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഓർ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ക്രോമസോമൽ അസാധാരണത്വങ്ങൾ എന്നൊക്കെ പറയും. അബ്നോർമാലിറ്റീസ്. ഓക്കെ, കോശ വിഭജനത്തിലെ പിശകുകളിൽ നിന്നോ അതോ പാരിസ്ഥിതിക ഘടകങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിൽ നിന്നോ. സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാകാമെന്ന് പറഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഏജൻസുമായിട്ട്, ഫോർ എക്സാമ്പിൾ UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ഒക്കെ കാരണം മ്യൂട്ടേഷൻസ് ഒക്കെ വരാം അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ക്രോമസോമിൻ്റെ നമ്പറോ ഷേപ്പോ ഒക്കെ മാറിപ്പോകും. ഇങ്ങനെ വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെയാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഈ അസ്വാഭാവികതകളിൽ ക്രോമസോമുകൾക്കുള്ളിൽ ജനിതക വസ്തുക്കളുടെ കൂട്ടിച്ചേർക്കൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് ക്രോമസോംസിൽ കൂട്ടിച്ചേർക്കൽ, അഡീഷൻ ആവാം, ഡിലീഷൻ ആവാം, അതുപോലെ പുനഃക്രമീകരിക്കൽ, അതിൽ ഇൻസേഷൻസോ ട്രാൻസ്ലൊക്കേഷൻസോ ഒക്കെ സംഭവിക്കാം. ക്രോമസോമൽ അസാധാരണത്വങ്ങൾ ഓർ ഡിസോർഡേഴ്സ് നോക്കാം. 2 കാറ്റഗറിയിലുള്ള ഡിസോർഡേഴ്സാണ് ഉണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെയുള്ള കാറ്റഗറീസാണ്? ഒന്നുകിൽ നമ്പറിൽ ചേഞ്ച് വരും, എണ്ണത്തിൽ ക്രോമസോമുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മനുഷ്യന് 46 ക്രോമസോം ഉണ്ട്. ചിലപ്പോൾ ആ നമ്പർ കൂടാം, 46 എന്നുള്ളൊരു 47 ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറയുകയും ചെയ്യാം, 46ന് പകരം 45 ഒക്കെ ആവാം. ഇങ്ങനെ ക്രോമസോം നമ്പറിൽ വരുന്ന ചേഞ്ചിൽ വരുന്ന ഡിസോർഡേഴ്സാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസ് മീനിങ് സംഖ്യാക്രമക്കേടുകൾ മൂലമുള്ള ക്രോമസോമൽ തകരാറുകൾ. എങ്ങനെയാണ് ക്രോമസോമൽ തകരാറ് ഉണ്ടാകുന്നത്? ഇവിടെ തകരാറെന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ, ക്രോമസോമിൻ്റെ സംഖ്യ ഓർ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം. ക്രോമസോമിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്തിട്ട് അങ്ങനെ വരുന്ന തകരാറ് അല്ലെങ്കിൽ അസുഖങ്ങളെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസ് എന്നുള്ള വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു ടേമാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ്. സ്ട്രക്ചറൽ, അപ്പോൾ ഇവിടെ നമ്പറിനാണോ ചേഞ്ച് വരുന്നത്? അല്ല.
രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് ക്രോമസോമിന് ഡെഫിനിറ്റ് ഷേപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഷേപ്പും സ്ട്രക്ചറൊക്കെ ഉണ്ട്. അതായത് അതിന് ഏതാണ് ഷോർട്ട് ആം, ഏതാണ് ലോങ് ആം, ആ ഷോർട്ട് ആമിന് എന്തോരം ലെങ്ത് വേണം, ലോങ് ആമിന് എത്ര ലെങ്ത് വേണം, ഇതൊക്കെ സ്പെസിഫിക് ആണ്. ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് വരുന്ന ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഓർ ഘടനാപരമായ തകരാറുകൾ അല്ലെങ്കിൽ ഘടനാപരമായ അപാകതകൾ മൂലമുള്ള ക്രോമസോമൽ തകരാറുകൾ. ഫസ്റ്റ് വൺ, ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസ്. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സംഖ്യ ഓർ എണ്ണത്തിലാണ്, ക്രോമസോമിൻ്റെ നമ്പറിലാണ് മാറ്റം വരുന്നത്. സോ നിലവിലുള്ള ക്രോമസോമുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസിൽ വരുന്നത്. എന്താ സംഭവിക്കുന്നത്, അവിടെ നിലവിലുള്ള ക്രോമസോമുകളുടെ എണ്ണം നമുക്ക് പഠിക്കാൻ എളുപ്പം ഹ്യൂമണായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൽ 46 ക്രോമസോംസ് ഉണ്ട്. അതിൻ്റെ എണ്ണം ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. ആ അവസ്ഥയാണ് സംഖ്യാക്രമക്കേടുകൾ മൂലമുള്ള ക്രോമസോമൽ തകരാറുകളിൽ വരുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, അന്യൂപ്ലോയിഡി ആൻഡ് യൂപ്ലോയിഡി. ഫസ്റ്റ് നമുക്ക് എന്താണ് അന്യൂപ്ലോയിഡി എന്ന് നോക്കാം. അന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രോമസോമിൻ്റെ എന്താണ്, അവിടെ ഒരു ക്രോമസോം കൂടുകയോ അല്ലെങ്കിൽ ഒരു ക്രോമസോം കുറയുകയോ ചെയ്യും. എന്താ സംഭവിക്കുന്നത്, അന്യൂപ്ലോയിഡിയിൽ ഒരു ക്രോമസോമിൻ്റെ നഷ്ടം അല്ല എന്നുണ്ടെങ്കിൽ നേട്ടം, ലോസ് ഓർ ഗെയിൻ ഓഫ് എ ക്രോമസോം. സോ നമ്പർ എന്താകും, ഹ്യൂമൻസിന് 47 എന്നുള്ളത് ഒന്നുകിൽ 48 ആകും, അല്ല 46 എന്നുള്ളത് എന്താകും, ഒന്നുകിൽ 47 ആകും, അതല്ല എന്നുണ്ടെങ്കിൽ 45 ആകും. എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ക്രോമസോം നമ്പർ കൂടെ കുറയോ ചെയ്യുന്ന അവസ്ഥേനെയാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്, സെൽ ഡിവിഷൻ്റെ സമയത്ത് അവിടെയുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സ് പ്രോപ്പറായിട്ട് ഡോട്ടർ സെല്ലിലോട്ട് പോകാത്തത് കാരണം, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അന്യൂപ്ലോയിഡി ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്, നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയും. നോൺ ഡിസ്ജങ്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നോൺ ഡിസ്ജങ്ഷൻ എന്താണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ ലൈംഗിക ക്രോമസോം XY അല്ലെങ്കിൽ XX ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മിയോസിസിൻ്റെ സമയത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എഗ്ഗിലോട്ടോ സ്പേമിലോട്ടോ പ്രോപ്പറായിട്ട് പോകില്ല. സോ ചില എഗ് അല്ലെങ്കിൽ സ്പേമിൽ 2 ക്രോമസോം കാണും. ഓക്കെ, ഡിപ്ലോയിഡ് കണ്ടീഷൻ ഓൾറെഡി ഉണ്ടാവും. ദെൻ ഒരെണ്ണത്തിൽ ചില കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലോ നള്ളിസോമി ആയിരിക്കും, അതായത് ചില എഗ് വിത്തൗട്ട് എനി ക്രോമസോം ആയിരിക്കും, വിത്തൗട്ട് എനി സെക്സ് ക്രോമസോം X ക്രോമസോം. ആൻഡ് അതുപോലെ തന്നെ സ്പേം വിത്തൗട്ട് എനി X ഓർ Y ക്രോമസോം. അങ്ങനെ X ഓ Y ഓ ഇല്ലാത്തൊരു സ്പേം വന്നിട്ട് X ഉള്ളൊരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ക്രോമസോം കുറഞ്ഞു. അതുപോലെ തന്നെ അഡീഷണൽ X ഉള്ള ഒരു സ്പേം വന്നിട്ട് എഗ്ഗിനെ ഫ്യൂസ് ചെയ്താലും അഡീഷണൽ ഒരു ക്രോമസോം വരികയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസാണ് അന്യൂപ്ലോയിഡി സൃഷ്ടിക്കുന്നത്. സോ എന്ത് കാരണമാണ്, നോൺ ഡിസ്ജങ്ഷൻ. എന്താണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ കോശവിഭജന സമയത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാതിരിക്കുക ഡോട്ടർ സെല്ലിലോട്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നോൺ ഡിസ്ജങ്ഷൻ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ നോൺ ഡിസ്ജങ്ഷൻ കാരണമാണ് എന്ത് ഫോം ചെയ്യുന്നത്, അന്യൂപ്ലോയിഡി കണ്ടീഷൻസ് വരുന്നത്. നോക്കുക, കോശവിഭജന സമയത്ത് ക്രൊമാറ്റിഡുകൾ വേർപെടുത്തുന്നതിൽ പരാജയപ്പെടുമ്പോൾ ക്രൊമാറ്റിഡുകൾ വിഘടിപ്പിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ അന്യൂപ്ലോയിഡി കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഫലമായിട്ട് ഇത് ഒരു ക്രോമസോമിൻ്റെ 2 പകർപ്പുകളുള്ള ഒരു ഗ്യാമിറ്റിനും മറ്റൊന്നിന് ക്രോമസോം ഇല്ലാത്തതിനും കാരണമാകുന്നു. എന്ത് സംഭവിക്കുക, ഒരു ഗ്യാമിറ്റ് നമുക്കറിയാം ഫ്യൂസ് ചെയ്യുന്ന മുമ്പ് എന്ത് വേണം, 2 ഗ്യാമിറ്റ് വേണം, സ്പേമും വേണം, അതുപോലെ തന്നെ എഗ്ഗും വേണം. നോൺ ഡിസ്ജങ്ഷൻ കാരണം ഫോം ചെയ്ത എഗ്ഗിൽ X ക്രോമസോം ഇല്ല എന്ന് വിചാരിക്കുക. ഫോം ചെയ്ത എഗ്ഗിൽ എന്ത് സംഭവിച്ചു, ഇവിടെ X ക്രോമസോം ഇല്ല. ഓക്കെ, ഇവിടെ X ക്രോമസോം ഇല്ല. ദെൻ സ്പേമിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഒരു X ക്രോമസോം. സ്പേം X ആവാം Y ആവാം. ഇവിടെ X ക്രോമസോം ഉള്ള സ്പേം വന്നിട്ടാണ് ഈ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുക. സോ ഉണ്ടാകുന്ന
സൈഗോട്ടിന് എന്താ സംഭവിക്കുക? ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാകുള്ളൂ, ഫീമെയിലിനുള്ള ക്രോമസോം ഉണ്ടാകില്ല. ചില കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലോ ഇവിടെ എഗ്ഗ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 എക്സ് ഉണ്ടായതെന്ന് വിചാരിക്കാം. എഗ്ഗ് ഫോം ചെയ്തപ്പോൾ 2 ക്രോമാറ്റിഡ്സും അല്ലെങ്കിൽ 2 ക്രോമസോം എവിടെ തന്നെ വന്നു? 2 എക്സും ഒരു എഗ്ഗിൽ വന്നു. ഈ എഗ്ഗിനെ ഇവിടെ നിന്നുള്ളൊരു സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യാന്ന് കരുതാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എടുക്കാം. ഇവിടെ നിന്ന് വൈ എന്നുള്ള ക്രോമസോമുള്ള ഒരു സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സൈഗോട്ടിലുള്ള കണ്ടീഷൻ എന്തായി? XX Y ആയി. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ക്രോമസോമിൻ്റെ കുറവും ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോമസോം കൂടുകയും ചെയ്തു. ഇങ്ങനെ വരുന്ന ഡിസീസ്ഡ് കണ്ടീഷൻസിനെയാണ് അന്യൂപ്ലോയിഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡി പലതരത്തിലുണ്ട്. അതിലൊരു കണ്ടീഷനാണ് ട്രൈസോമി. എന്താ വിളിക്കുന്നത്? ട്രൈസോമി. ട്രൈസോമി. ട്രൈസോമി എന്ന് പറഞ്ഞാൽ ആ സെല്ലിന് അല്ലെങ്കിൽ കോശത്തിന് ഒരു അധിക ക്രോമസോം ഉണ്ടാകും. നോർമലി ഡിപ്ലോയിഡ് കണ്ടീഷനാണ് അല്ലേ മെജോറിറ്റി ഓർഗാനിസം. നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. ഹ്യൂമൻ ബീങ്സിൽ നമുക്കറിയാം 2n വിച്ച് മീൻസ് 46 ആണ് നമ്മുടെ ക്രോമസോമിൻ്റെ നമ്പർ. ട്രൈസോമി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ അഡീഷണൽ ഒരു ക്രോമസോം വരും. അതാണ് 2n+1. 2n+1 എന്ന് പറയുന്നത്. സോ 46 എന്നുള്ളത് എന്തായിട്ട് മാറും? 46 എന്നുള്ളത് 47 ആയിട്ട് മാറും. 47 ആയിട്ട് മാറും. ഈ കണ്ടീഷനാണ് ട്രൈസോമി എന്ന് പറയുന്നത്. വേറൊരു കണ്ടീഷനാണ് മോണോസോമി. മോണോസോമി. മോണോസോമി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക 2n-1. എന്താണ്? 2n-1. എത്രയാണോ ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള ക്രോമസോം നമ്പർ അതിൽ നിന്ന് 1 കുറവ്. അപ്പോൾ 46 എന്നുള്ളത് എന്തായിട്ട് മാറും? 46-1 വിച്ച് മീൻസ് മോണോസോമി കണ്ടീഷനിലെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 45 ആയിരിക്കും. അന്യൂപ്ലോയിഡിൽ മെയിനായിട്ട് 2 ടൈപ്പാണ് വരുന്നത്, ട്രൈസോമി ആൻഡ് മോണോസോമി. ട്രൈസോമി എന്താ പറയുന്നത്? ഒരു ക്രോമസോം അധികമായിട്ട് വരും അല്ലെങ്കിൽ ഒരു ക്രോമസോം കൂടുതലായിട്ട് വരും. റെപ്രസെൻറ്റേഷൻ 2n+1 എന്ന് പറഞ്ഞിട്ടായിരിക്കും. മോണോസോമി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോം കുറവ്. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? 2n-1. അവിടെ ക്രോമസോം നമ്പർ 45 ആകും. ഓക്കെ. ദെൻ ഈ ക്രോമസോമുകളിൽ നമുക്കറിയാം 2 ടൈപ്പ് ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. ഓട്ടോസോംസും അലോസോംസും. ഓട്ടോസോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിയിൽ കാണപ്പെടുന്ന സെൽസ്, ശരീരത്തിൽ കാണപ്പെടുന്ന സെൽസ്, ബോഡി സെൽസിനെയാണ് അല്ലെങ്കിൽ ബോഡി സെൽസിൽ കാണപ്പെടുന്ന ക്രോമസോംസിനെയാണ് ഓട്ടോസോംസ് എന്ന് പറയുന്നത്. അലോസോംസ് എന്ന് പറയുന്നതോ സെക്സ് ക്രോമസോംസിനെയാണ് അലോസോംസ് എന്ന് വിളിക്കുന്നത്. സോ ഓട്ടോസോംസ് എത്ര പേരുണ്ട്? 1 to 22 പെയർ എന്ന് പറയുന്നത് ഓട്ടോസോംസുകളാണ്. ദെൻ ലാസ്റ്റ് 23rd പെയറിനെയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് പെയറാണ് നമ്മൾ സെക്സ് ക്രോമസോമായിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഈ സെക്സ് ക്രോമസോംസിനെ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോസോംസിലാണെന്നുണ്ടെങ്കിൽ മൈറ്റോസിസിൻ്റെ സമയത്തും സെക്സ് ക്രോമസോംസിലാണെന്നുണ്ടെങ്കിൽ മിയോസിസിൻ്റെ സമയത്തും ഈ ക്രോമാറ്റിഡ്സ് പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്യാത്തത് മൂലമാണ് ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ദെൻ ഇതാണ് നമുക്ക് മെയിനായിട്ട് സിലബസിലുള്ള പോർഷൻ. എന്താണ്? ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡ് മൂലം ഉണ്ടാകുന്ന ക്രോമസോം തകരാറുകൾ എന്തൊക്കെയാണ്? ഓട്ടോസോമലും നമുക്ക് പഠിക്കാനുണ്ട്, അലോസോമലും പഠിക്കാനുണ്ട്. ഓട്ടോസോമൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ബോഡി സെൽസിലുള്ള ക്രോമസോംസ്, ആ 1 to 22 പെയർ ക്രോമസോംസിൽ ഏതെങ്കിലും ക്രോമസോംസിൽ വരുന്ന ചേഞ്ച്. ഓക്കെ. സോ ഓട്ടോസോമൽ ഡിസോർഡേഴ്സും അതുപോലെ തന്നെ അലോസോമൽ എന്ന് പറഞ്ഞാൽ എന്താ? അലോസോമൽ ഓർ സെക്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. സെക്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇവിടെ അലോസോമൽ ഡിസോർഡേഴ്സ് അന്യൂപ്ലോയിഡിക്കിൽ എന്താ സംഭവിക്കുക? സെക്സ് ക്രോമസോംസിനായിരിക്കും XX അല്ലെങ്കിൽ XY ക്രോമസോം ആ നമ്പറുകളായിരിക്കും കൂടുകയോ കുറയുകയോ ചെയ്യുക. അലോസോമൽ എന്ന് പറയുമ്പോൾ ഓട്ടോസോമൽ എന്ന് പറയുമ്പോൾ ഓട്ടോസോമൽ ക്രോമസോംസിൻ്റെ നമ്പർ ആയിരിക്കും കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോസോമൽ ഡിസോർഡേഴ്സിൽ പഠിക്കാനുള്ളത് ഡൗൺ സിൻഡ്രോം ആൻഡ് എഡ്വാർഡ് സിൻഡ്രോം. ആൻഡ് അലോസോമലിൽ പഠിക്കാനുള്ളതാണ് ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം. എന്താണ്? ഡൗൺ സിൻഡ്രോം.
ഇവിടെ പേര് മിസ്സിംഗ് ആണ്, അത് എഴുതിയിരിക്കുന്നത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഇങ്ങനെയായിരിക്കും ഡൗൺ സിൻഡ്രോം ഉള്ള പേഷ്യൻറ്റിൻ്റെ കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ ക്രോമസോം അല്ലേ, ശരിക്കും പേർഡായിട്ടാണ് ക്രോമസോംസ് കാണുന്നത്. പക്ഷേ ഡൗൺ സിൻഡ്രോമിൽ എന്ത് പറ്റി? 21st ക്രോമസോം, 21ാമത്തെ ക്രോമസോമിൽ ഒരു ക്രോമസോം കൂടുതലായിട്ട് വന്നു അല്ലേ. 21ാമത്തെ ക്രോമസോമിൽ എന്ത് സംഭവിച്ചു? ട്രൈസോമി വന്നു, ഒരു ക്രോമസോം കൂടുതലായിട്ട് വന്നു. നോക്കുക, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഓട്ടോസോംസിനെയാണ് അഫക്റ്റ് ചെയ്യുക. ഇവിടെ എന്ത് സംഭവിച്ചു? ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം. ശരിക്കും ഇവിടെ എങ്ങനെയായിരുന്നു? നോർമൽ കാരിയോടൈപ്പ് നോക്കി ഇങ്ങനെ 2 ക്രോമസോമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡൗൺ സിൻഡ്രോം എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു അഡീഷണൽ ക്രോമസോം, ഇവിടെ ഒരു അഡീഷണൽ ക്രോമസോം വന്നു. ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം കാരണമാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. സോ ഇവിടെ ക്രോമസോം നമ്പർ എന്തായിട്ട് മാറി? ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46ൻ്റെ ഒപ്പം ഒരാൾ കൂടി വന്നു കഴിഞ്ഞപ്പോൾ 47 ആയിട്ട് മാറി. 47. നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ക്രോമസോം 21ൻ്റെ ട്രൈസോമി. എന്താണ് ഇതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്? 21ാമത്തെ ക്രോമസോം അതൊരു ഓട്ടോസോമാണ്, അതിൽ ട്രൈസോമി ഒരു അഡീഷണൽ ക്രോമസോം വരുന്നത് കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ട്രൈസോമി 21 എന്ന് വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 2n+1, 2n+1ൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 47ൽ തന്നെ എങ്ങനെയാണ്? XX ഓർ XY അല്ലേ. XX എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും, +21 വരും. ദെൻ XY ഓർ +21. XY ആണെന്നുണ്ടെങ്കിൽ മെയിൽ അല്ലേ. ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണേ? XX +21 എന്ന് വരും. ദെൻ മെയിൽ ആണെന്നുണ്ടെങ്കിൽ XY +21 എന്ന് വരും. XY +21. ഇവിടെ ഒരു പ്ലസ് എന്തിനാ? 21st ക്രോമസോമിൽ എന്ത് സംഭവിച്ചു? ട്രൈസോമി ഉണ്ട് എന്നതാണ് കാണിക്കുന്നത്. ദെൻ ഇങ്ങനെയൊരു കണ്ടീഷൻ, ഡൗൺ സിൻഡ്രോം എന്നുള്ളൊരു കണ്ടീഷൻ ആദ്യമായിട്ട് വിവരിച്ചത് ലാങ്ഡൺ ഡൗൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ലാങ്ഡൺ ഡൗൺ. ആൻഡ് ട്രൈസോമി 21 എന്ന് പറയുന്നത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, മംഗോളിസം. എങ്ങനെയാണ്? മംഗോളിസം. അപ്പോൾ ഡൗൺ സിൻഡ്രോം 3 പേരിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ്? ട്രൈസോമി 21, അല്ല എന്നുണ്ടെങ്കിൽ ട്രൈസോമി 21 സിൻഡ്രോം ഓർ മംഗോളിസം. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഡൗൺ സിൻഡ്രോം. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത സയൻറ്റിസ്റ്റാണ് ലാങ്ഡൺ ഡൗൺ. ലാങ്ഡൺ ഡൗൺ. ദെൻ റെപ്രസെൻറ്റേഷൻ ഓർത്തിരിക്കുക, 2n+1 എന്നുള്ള കണ്ടീഷനാണ്. ക്രോമസോം നമ്പർ 47 ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് 1500 പേര്, 1500 പുതിയ കുട്ടികൾ അല്ലെങ്കിൽ 1500 കുട്ടികൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാൾക്ക് എന്നുള്ള രീതിയിലാണ് ഡൗൺ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് നോക്കുക. സിംറ്റംസ് എന്ന് പറയുന്നത് ഉയരം കുറവായിരിക്കും, അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ദെൻ തല നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഉരുണ്ട തല, ഉരുണ്ടിട്ടുള്ള ചെറിയ തലയായിരിക്കും തലയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ദെൻ നാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റോൾഡ് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ചുളിവുകളുള്ള നാവായിരിക്കും. അതുപോലെ വാ എപ്പോഴും കുറച്ച് തുറന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ തലയോട്ടി അല്ലെങ്കിൽ സ്കള്ള് നോക്കിക്കഴിഞ്ഞാൽ വീതിയേറിയതും ചെറുതുമായിരിക്കും, അതായത് ബ്രോഡ് ആൻഡ് സ്മോൾ സ്കൾ എന്നാണ് പറയുന്നത്. ദെൻ കഴുത്തിൻ്റെ പിറകിൽ, കഴുത്തിൻ്റെ ഈ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ വെബ് പോലെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്കിന്നുള്ളതുപോലെ നമുക്ക് തോന്നും. ദെൻ ചുളിവുകളുള്ള വിശാലമായ കൈപ്പത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചുളുങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ മെൻ്റൽ എബിലിറ്റി പുവറായിരിക്കും, ലോ മെൻ്റൽ എബിലിറ്റി. ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് പറയുന്നത്. നോക്കുക, ഈ പിക്ചറിൽ ഇതൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. തലയുടെ പിൻഭാഗം സ്കള്ളിൽ അല്ലേ, തലയോട്ടിയിൽ പരന്ന ബോൺസാന്ന് പറഞ്ഞു എല്ലുകൾ, അതാണ് തലയുടെ പിൻഭാഗം പരന്നത്. മുഖം നോക്കിക്കഴിഞ്ഞാൽ പതിഞ്ഞ മുഖമായിരിക്കും, ചെറുതായിരിക്കും. ദെൻ വിരലിൻ്റെ ഈ പോർഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മടക്കുകൾ കാണാനായിട്ട് പറ്റും. നാവ് വലുതും അതുപോലെ തന്നെ ഇങ്ങനെ ചുളുങ്ങി കൂടിയിരിക്കുന്നതായിരിക്കും. ദെൻ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും ഹൃദ്രോഗം അങ്ങനെയുള്ള കാർഡിയാക്കായിട്ടുള്ള അസുഖങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ദെൻ അഗെയിൻ ഈ പിക്ചറിൽ സിംറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്.
സോ ഫസ്റ്റ് ഓട്ടോസോമൽ ഡിസോർഡർ ആണ് നമ്മൾ കഴിഞ്ഞത്. ഏതായിരുന്നു? ഡൗൺ സിൻഡ്രോം. എന്താണ് കണ്ടീഷൻ, എന്തുകൊണ്ടാണ് വരുന്നത്, then അതിൻ്റെ മറ്റു പേരുകളൊക്കെയാണ് മെയിനായിട്ട് ഓർത്തു വെക്കേണ്ടത്. അടുത്ത ഡിസോർഡർ ആണ് എഡ്വേർഡ്സ് സിൻഡ്രോം. എന്താണ്? എഡ്വേർഡ്സ് സിൻഡ്രോം. എഡ്വേർഡ്സ് സിൻഡ്രോം. എഡ്വേർഡ്സ് സിൻഡ്രോം എന്ന് പറയുന്നതും ഇവിടെയും ട്രൈസോമി തന്നെയാണ് വരുന്നത്. പക്ഷെ എവിടെയാണ് ട്രൈസോമി കാണിക്കുന്നത്? ഇൻ ദ 18th ക്രോമസോം. എവിടെയാണ്? 18th ക്രോമസോം. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്, ഞാൻ പറയാം. മെയിനായിട്ട് ഓർത്തിരിക്കുക, 18th ക്രോമസോമിൽ വരുന്ന ട്രൈസോമിയാണ് എഡ്വേർഡ് സിൻഡ്രോമിന് കാരണം. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം എങ്ങനെയായിരുന്നു? 21st ക്രോമസോം, 21ാമത്തെ ക്രോമസോം അല്ലേ, അവിടെയായിരുന്നു ട്രൈസോമി. ഇവിടെയും ഓട്ടോസോം തന്നെയാണ്, പക്ഷേ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 18th ക്രോമസോമിൽ ഒരു ക്രോമസോം അഡീഷണൽ. അതാണ് നമ്മൾ +18 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ എന്തായിട്ട് മാറും? 46 എന്നുള്ളത് 47 ആയിട്ട് മാറും. ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇൻസിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എഡ്വേർഡ്സ് സിൻഡ്രോം. എഡ്വേർഡ്സ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി എവിടെയാണ് വരുന്നത്? 18ാമത്തെ ക്രോമസോമിൽ ട്രൈസോമി വരുന്നതിനെയാണ് നമ്മൾ ട്രൈസോമി ഇൻ ദ 18th ക്രോമസോം വരുന്നതാണ് എഡ്വേർഡ്സ് സിൻഡ്രോം എന്ന് വിളിച്ചു. ദെൻ ഇവിടെ തന്നെ വേറൊരു ചെറിയ എന്താ പറയുക, കൂടുതലായിട്ടും 18ാമത്തെ ക്രോമസോം അല്ലെങ്കിൽ 18th ക്രോമസോമിലാണ് ഒരു നമ്പർ അഡീഷണൽ ആയിട്ട് വരുന്നത്, ഒരു ക്രോമസോം അധികമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ പറയുക മെയിനായിട്ട് തിയറി നോക്കിക്കഴിഞ്ഞാൽ ഇ ഗ്രൂപ്പ് ക്രോമസോമിലാണെന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് നമ്പർ ഇല്ല. ഇ ഗ്രൂപ്പ് ക്രോമസോം നമുക്കറിയാം, ഹ്യൂമൻ ക്രോമസോം കാരിയോടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ? എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാരിയോടൈപ്പിങ്ങിൽ പറയുന്നത്. ഇതിൽ ഇ ഗ്രൂപ്പ്, ഇതാണ് ഇ ഗ്രൂപ്പ് അല്ലേ? ഈ ഗ്രൂപ്പിൽ വരുന്ന ഏതെങ്കിലും ക്രോമസോം, ഈ ഗ്രൂപ്പിൽ ഏതൊക്കെ ക്രോമസോംസ് വരുന്നുണ്ട്? 16, 17, 18. ഈ 3 ക്രോമസോംസും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഈ ഗ്രൂപ്പിൽ വരുന്ന ഈ 3 ക്രോമസോമിൽ ഏതിൽ ട്രൈസോമി വന്നാലും ആ കണ്ടീഷനെ എഡ്വേർഡ്സ് സിൻഡ്രോം എന്നാണ് നമ്മൾ വിളിക്കാം. പക്ഷേ കൂടുതൽ സ്റ്റഡീസൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ടും 18th ക്രോമസോമിലാണ് ട്രൈസോമി കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് ട്രൈസോമി ഓഫ് ദ 18th ക്രോമസോം ആണ് എഡ്വേർഡ്സ് സിൻഡ്രോം. പക്ഷെ ഇതും നിങ്ങൾ ഓർത്തിരിക്കുക, 18th തന്നെ ആവണം എന്നില്ല, 16th-ലോ 17th-ലോ ട്രൈസോമി വന്നു കഴിഞ്ഞാലും ആ ഡിസീസിനെ നമ്മൾ എങ്ങനെ തന്നെയാണ് വിളിക്കുള്ളൂ? എഡ്വേർഡ്സ് സിൻഡ്രോം എന്നാണ് വിളിക്കുക. അതാണ് ഇ ഗ്രൂപ്പ് ക്രോമസോം. ഓക്കെ, ഈ ടേം ഓർത്തിരിക്കുക. ഈ ഗ്രൂപ്പ് ക്രോമസോമിൽ എന്തെങ്കിലും ട്രൈസോമി അല്ലെങ്കിൽ ഒരു ക്രോമസോം അഡീഷണൽ ആയിട്ട് വരുന്നതിനെയാണ് ഈ ഗ്രൂപ്പ് ക്രോമസോമിൽ ട്രൈസോമി വരുന്നതാണ് എഡ്വേർഡ്സ് സിൻഡ്രോം. ദെൻ സാധാരണയായി ഈ ഓട്ടോസോമൽ ട്രൈസോമി 18ാമത്തെ, നോർമലി എവിടെയാണ് കാണുന്നത്? 18th ക്രോമസോമിലാണ് ട്രൈസോമി സംഭവിക്കുന്നത്. ദെൻ ഇത് കൂടുതലായിട്ടും കാണുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് എഡ്വേർഡ്സ് സിൻഡ്രോം സംഭവിക്കുക. ദെൻ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ 8000 ബർത്ത് അല്ലെങ്കിൽ 8000 ജനനം ഉണ്ടാകുമ്പോൾ അതിലൊരാൾക്കാണ് എഡ്വേർഡ്സ് സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുക. ശാരീരികവും മാനസികവുമായ മാന്ദ്യം, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. അതുപോലെ താടിയല്ലുകളൊക്കെ ചെറുതായിരിക്കും. സ്റ്റേണം ആ ബോണിന് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഷേപ്പൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ബോഡിയുടെ ഷേപ്പിനൊക്കെ മാറ്റം വരും. നോർമൽ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് പറ്റില്ല. ഇതിനെയാണ് സ്കെലിറ്റൽ ഡിഫക്ട്സ്, അസ്ഥികൂട വൈകല്യം, സ്കെലിറ്റൽ ഡിഫക്ട്സ് കാണിക്കും. ദെൻ പേശികളൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പേശികളുടെ ഹൈപ്പർട്ടോണിസിറ്റി എന്ന് പറയുക ടൈറ്റ്നെസ്സിനെ. ഇത് കാരണം വിരലുകളൊക്കെ കൈപ്പത്തിയിൽ ഭയങ്കരമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കും, ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുക? വിരലുകൾ ഈ കൈപ്പത്തിയിൽ ടൈറ്റായിട്ടിരിക്കുമ്പോൾ വിരൽ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യിക്കാനൊന്നും സാധിക്കില്ല. ദെൻ ചെവിയൊക്കെ മാൽഫോംഡ് ആയിരിക്കും അല്ലെങ്കിൽ വികലമായിരിക്കും. ദെൻ മൂക്കിൻ്റെ പാലം നോക്കിക്കഴിഞ്ഞാൽ പരന്ന പാലമായിരിക്കും. അതുപോലെ മൗത്ത് അല്ലെങ്കിൽ വാ നോക്കിക്കഴിഞ്ഞാൽ ത്രികോണാകൃതിയിലൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും. ഇവർക്ക് വൃക്കയുടെ അസുഖം, അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയും ഡിസോർഡേഴ്സ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക? സർവൈവൽ പോസിബിൾ ആയിരിക്കില്ല. ജനിച്ച് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ 90% കുട്ടികളും ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകളും
ഡെഡായി പോകും അല്ലെങ്കിൽ മരിച്ചു പോവുകയാണ് ചെയ്യുക. എഡ്വേർഡ് സിൻഡ്രോത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ശാരീരികവും മാനസികവുമായിട്ടുള്ള മാന്ദ്യം, അതുപോലെ ചെറിയ താടിയല്, സ്റ്റേണം ഒന്നും കറക്റ്റ് ഷേപ്പ് ആവില്ല, ദെൻ സ്കെലിറ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ അസ്ഥികൂട വൈകല്യങ്ങൾ ഉണ്ടാകും, ദെൻ വിരലുകളൊക്കെ കൈപ്പത്തിയിൽ ഭയങ്കര ടൈറ്റായിട്ടായിരിക്കും പിടിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിരൽ അല്ലെങ്കിൽ ഹാൻഡ് മൂവ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല. ദെൻ ചെവിക്കൊന്നും കൃത്യമായിട്ടുള്ള ഷേപ്പ് കാണില്ല, മൂക്കിനും കറക്റ്റ് ഷേപ്പ് കാണില്ല, പാലമൊക്കെ ഭയങ്കര പരന്ന് ഒട്ടിയ മൂക്കൊക്കെ ആയിരിക്കും, വാ നോക്കിക്കഴിഞ്ഞാൽ ത്രികോണാകൃതി ആയിരിക്കും. അതുപോലെ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കാണും. അതുകൊണ്ട് തന്നെ സർവൈവൽ പറ്റുമോ? ഇല്ല. 90% ഇൻഡിവിജ്വൽസും എന്ത് സംഭവിക്കും? ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ മരിച്ചു പോകും. ഇതാണ് എഡ്വേർഡ് സിൻഡ്രോം ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. കണ്ടോ? ചെവിയൊക്കെ നോക്കിയാൽ കറക്റ്റായിട്ടൊരു ഷേപ്പ് ഒന്നും കാണാൻ പറ്റില്ല. കൈ നോക്കുകയാണെങ്കിലും ഭയങ്കര ക്ലഞ്ച്ഡ് ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. നെഞ്ചുഭാഗം നോക്കുക, സ്റ്റേണത്തിനൊന്നും കറക്റ്റ് ഷേപ്പ് ഇല്ലാത്ത കാരണം ഇതൊക്കെ നെഞ്ചും കൂടൊക്കെ പൊന്തി തള്ളിയൊക്കെ ആയിരിക്കും കാണാനായിട്ട് പറ്റുക. ദെൻ ഇത് ഏർലി ഡയഗ്നോസിസ് പോസിബിൾ ആണ്. ഓക്കെ, വൂമ്പിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു അസുഖം ഉണ്ടോ ഇല്ലേന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ ഡയഗ്നോസിസിന് അൾട്രാസൗണ്ട് സ്കാനിങ്ങും അതുപോലെ തന്നെ മെറ്റേണൽ സെറം മാർക്കർ ബ്ലഡ് ടെസ്റ്റിംഗ് ഉണ്ട്. ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്നൊരു പ്രോട്ടീൻ്റെ ലെവൽ ചെക്ക് ചെയ്താലും വൂമ്പിലുള്ള ആ ഫീറ്റസിന് ഈ ഡിസോർഡർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഡയഗ്നോസിസ് മെത്തേഡ് എന്ന് പറയുന്നത് വൂമ്പിലായിരിക്കും എന്തൊക്കെയാണ്? അൾട്രാസൗണ്ട് സ്കാനിങ്ങും അതുപോലെ തന്നെ മദറിൻ്റെ ബ്ലഡ് ചെക്കിങ് വഴി. ഏതാണെങ്കിലും നോക്കാം, മദറിൻ്റെ ബ്ലഡിൽ അല്ലെങ്കിൽ രക്തത്തിൽ ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആണ് ചെക്ക് ചെയ്യുക. ആൽഫ ഫീറ്റോപ്രോട്ടീൻ ചെക്ക് ചെയ്താലും എഡ്വേർഡ് സിൻഡ്രോം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഓട്ടോസോമൽ ഡിസോർഡേഴ്സിൽ നമുക്ക് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക എന്തൊക്കെയായിരുന്നു? ഡൗൺ സിൻഡ്രോം അതുപോലെ തന്നെ എഡ്വേർഡ് സിൻഡ്രോം. രണ്ടും ട്രൈസോമിയാണ്. ഒരെണ്ണം 18th ക്രോമസോമും ഒരെണ്ണം 21st ക്രോമസോമും. നെക്സ്റ്റ് അലോസോമൽ ഡിസോർഡേഴ്സ്. അലോസോമൽ ഡിസോർഡേഴ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സെക്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. സെക്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. സെക്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അതിലും 2 എണ്ണമാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ടേണേഴ്സ് സിൻഡ്രോം. ടേണേഴ്സ് സിൻഡ്രോം. ടേണേഴ്സ് സിൻഡ്രോം നോക്കാം. ഇത് നോർമലി ഫീമെയിൽസിലാണ് കാണുക. ഒരു എക്സ് ക്രോമസോമിൻ്റെ കുറവ്. ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ നോർമലി എന്തായിരിക്കും കണ്ടീഷൻ? എങ്ങനെയാണ്? 46 വരുമ്പോൾ അതിൽ 44 ഓട്ടോസോംസ് അല്ലേ? 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് എന്നുള്ളതാണ് ഫീമെയിൽ. ഇവിടെ എന്താ സംഭവിക്കുക? ടേണർ സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വലിൽ ഒരു എക്സ് ക്രോമസോം കുറവായിരിക്കും. ഒരു എക്സ് ക്രോമസോം കുറവായിരിക്കും. സോ ആ കണ്ടീഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് X0. X0. ദെൻ ഇവിടെ 44 പ്ലസ് എക്സ് ആകുമ്പോഴാണ് 46 ആവുന്നത്. ഇവിടെ ഒരാളില്ല എന്ന് പറയുമ്പോൾ ക്രോമസോം നമ്പറിന് എന്ത് പറ്റി? 45 ആയിട്ട് മാറും. 45 ആയിട്ട് മാറും. ഇതാണ് ടേണർ സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വലിൻ്റെ കാരിയോടൈപ്പ് എന്ന് പറയുന്നത്. ഇത് നോക്കുക, ടേണർ സിൻഡ്രോം ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഹെൻറി എച്ച് ടേർണർ. ആരാണ്? 1938 ഹെൻറി എച്ച് ടേർണർ ആണ് ഇങ്ങനൊരു അസുഖത്തെക്കുറിച്ച് ആദ്യമായിട്ട് വിവരിച്ചത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഈ അസുഖത്തിന് ടേർണർ സിൻഡ്രോം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ദെൻ ഡിസീസ്ഡ് ഇൻഡിവിജ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഫീനോട്ടിപ്പിക്കലി ഫീമെയിൽസ്. അതായത് അവരുടെ ഫീനോട്ടിപ്പിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു നോർമൽ ഫീമെയിൽ അല്ലെങ്കിൽ നോർമൽ സ്ത്രീകളെ പോലെ തന്നെയായിരിക്കും. ബട്ട് എന്താ? ദേ ആർ സ്റ്റെറൈൽസ്. റിപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി അവർക്ക് കാണില്ല. ദെൻ ഇവിടെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻ 2500 ഫീമെയിൽ ബർത്ത്, 2500 ഫീമെയിൽസ് അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കാണ് ഇങ്ങനെയുള്ള ടേണർ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇവിടെ ക്രോമസോം നമ്പർ എങ്ങനെയായിരുന്നു? ക്രോമസോമിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ക്രോമസോം കുറവാണ്. സോ 45 ആയിരിക്കും ക്രോമസോമിൻ്റെ നമ്പർ. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 44A പ്ലസ് X0. 44A പ്ലസ് X0. ആൻഡ് എക്സ് ക്രോമസോം ഇല്ലാത്ത ഇവിടെ എങ്ങനെയാണിത്? ഇവിടെയും നോൺ ഡിസ്ജങ്ഷൻ ആണ് സംഭവിക്കുക. പക്ഷേ എങ്കിൽ എവിടെയാണ്? ആ സെക്സ് ക്രോമസോമിൽ അല്ലേ? എഗ്ഗിനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ
സൈഗോട്ട് ഫോം ചെയ്യാൻ കാരണമാകുന്ന എഗ്ഗോ അല്ല എന്നുണ്ടെങ്കിൽ സ്പേമോ ഫോം ചെയ്തപ്പോൾ ഉണ്ടായ നോൺ ഡിസ്ജങ്ഷൻ കാരണം ഏതെങ്കിലും ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ഇവിടെ മദറിൽ നിന്ന് ഫോം ചെയ്ത എഗ്ഗിൽ എക്സ് ക്രോമസോം ഉണ്ടായിരുന്നു, നോർമലായിട്ട് സെപ്പറേഷനൊക്കെ നടന്നു, എക്സ് ക്രോമസോം ഉണ്ടായിരുന്നു. പക്ഷേ മെയിലിൽ ഫോം ചെയ്ത സ്പേമിന് എന്ത് സംഭവിച്ചു? മെയിലിൽ 2 ടൈപ്പ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? ഒരെണ്ണത്തിൽ എക്സ് ഉണ്ടാകാം, ഒരെണ്ണത്തിൽ വൈ വരാം. ഇവിടെ ഫീമെയിൽസ് ആണ്, ദേ ഫിനോട്ടിപ്പിക്കലി ഫീമെയിൽസ് വന്നു. നമ്മൾ ഈ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെയിലിൽ ഫോം ചെയ്യും, മെയിലിൽ നിന്ന് വരുന്ന സ്പേമിൽ എന്താണ്? ഇവിടെ ക്രോമസോംസ് ഒന്നുമില്ല. സോ ഇങ്ങനെയുള്ള ഒരു സ്പേം വന്നിട്ട് ഫ്യൂസ് ചെയ്തു. ഫോം ചെയ്യുന്ന സൈഗോട്ടിൽ എന്ത് മാത്രം ഉണ്ടാവുള്ളൂ? എക്സ് മാത്രമാണ് ഉണ്ടാവുള്ളൂ ഫ്രം ദ ഫീമെയിൽ പാർട്ട്. പറ്റേണൽ ക്രോമസോംസ് അല്ലെങ്കിൽ ഫാദറിൽ നിന്നുള്ള ക്രോമസോംസ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു കണ്ടീഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ടേണർ സിൻഡ്രോം സംഭവിക്കുന്നത്. നേരെ ഓപ്പോസിറ്റും സംഭവിക്കുക. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിലിൽ ഇവിടെ ക്രോമസോം ഇല്ല, നോൺ ഡിസ്ജങ്ഷൻ കാരണം. പക്ഷേങ്കിൽ മെയിലിൽ എന്തുണ്ട്? മെയിലിൽ ക്രോമസോം ഉണ്ടായിരുന്നു. സോ എക്സ് ക്രോമസോം ക്യാരിയിങ് ആയിട്ടുള്ള ഒരു മെയിൽ സ്പേം വന്നിട്ട് എന്ത് ചെയ്തു? ഫീമെയിലിൽ നിന്നുള്ള എഗ്ഗിനെ അണ്ടത്തിൽ ഫ്യൂസ് ചെയ്ത് പുതിയൊരു സൈഗോട്ട് ഫോം ചെയ്തു. അവിടെയും ഒരു എക്സേ ഉണ്ടാകുള്ളൂ, കാരണം ഫീമെയിൽ പാരൻറ്റിൽ നിന്ന് അവിടെ ക്രോമസോം ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള നോൺ ഡിസ്ജങ്ഷൻസ് കാരണമാണ് ടേണർ സിൻഡ്രോം സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ് ക്രോമസോം ഇല്ലാത്ത അണ്ടം വഹിക്കുന്ന ബീജത്താൽ ബീജസങ്കലനം ചെയ്യപ്പെടുമ്പോഴോ എക്സ് ക്രോമസോം അടങ്ങിയ സാധാരണ അണ്ടം ലൈംഗിക ക്രോമസോം ഇല്ലാത്ത ബീജത്താൽ ബീജസങ്കലനം നടത്തുമ്പോഴോ ഈ അവസ്ഥ വരുന്നു. സോ ഇവിടെ ബീജസങ്കലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ. ബീജസങ്കലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ. എങ്ങനെയുള്ള ഫെർട്ടിലൈസേഷൻസ് ഒക്കെ കാരണമാണ് ഇങ്ങനെയൊരു സിൻഡ്രോം, ടേണർ സിൻഡ്രോം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ എക്സ് ക്രോമസോം ഇല്ലാത്ത അണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്ഗ്. എക്സ് ക്രോമസോം ഇല്ലാത്ത എഗ്ഗ് എക്സ് ക്രോമസോം ഉള്ള ഒരു സ്പേം അല്ലെങ്കിൽ ബീജമായിട്ട് എന്ത് ചെയ്യും? ബീജസങ്കലനം, ഫെർട്ടിലൈസേഷൻ നടക്കും. സോ ഒരു എക്സ് ക്രോമസോം ഉള്ള സൈഗോട്ട് അവിടെ ഫോം ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സാധാരണ അണ്ടത്തിൽ എന്തായിരിക്കും? എക്സ് ക്രോമസോം ഉണ്ട്, അത് എക്സോ വൈയോ ഇല്ലാത്ത ഒരു ബീജമായിട്ട് ബീജസങ്കലനത്തിൽ ഏർപ്പെട്ടാലും എന്ത് സംഭവിക്കും? എക്സ് മാത്രമുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള നോൺ ഡിസ്ജങ്ഷൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ടേർണർ സിൻഡ്രോം വരുന്നത്. എന്തുകൊണ്ടാണ് ആ എഗ്ഗ് അല്ലെങ്കിൽ അണ്ടോ അല്ലെങ്കിൽ ബീജത്തിൽ ക്രോമസോംസ് ഇല്ലാതെ വന്നത് എന്നാണ് നോൺ ഡിസ്ജങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ സിംറ്റംസ് നോക്കുക, അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ നോക്കുക. ഇവിടെയും ഉയരം കുറഞ്ഞ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഡിസീസ്ഡ്, അസുഖമുള്ള ആൾ ഉയരം കുറവായിരിക്കും. ദെൻ നെക്ക്, കഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെബ് പോലെ കാണപ്പെടും. വെബ് പോലെ ഒരു പാട പോലെ ഒരു ലെയർ ഇങ്ങനെ ഷോൾഡറിലോട്ട് അറ്റാച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റും. ദെൻ അവർക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ദ്വിതീയ ലൈംഗിക പ്രതീകങ്ങൾ, അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, പ്യൂബിക് ഹെയർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ലായിരിക്കും. ദെൻ ഓവറി ഉണ്ടോ? ഇല്ല. അണ്ടാശയങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. ഉയരം കുറവ്, അതുപോലെ തന്നെ നെക്ക് നോക്കിക്കഴിഞ്ഞാൽ, കഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെബിങ് കാണാനായിട്ട് പറ്റും, ഒരു പാട പോലെ കാണാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ദ്വിതീയ ലൈംഗിക ഫീച്ചേഴ്സൊക്കെ കുറവായിരിക്കും. ഓവറീസ് അല്ലെങ്കിൽ അണ്ടാശയം കാണില്ല. ടേണർ സിൻഡ്രോം ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ കണ്ടോ? ഈ കാണിച്ചിരിക്കുന്നതാണ് വെബിങ് ഓഫ് സ്കിൻ അറ്റ് ദി നെക്ക്. കഴുത്തിൻ്റെ ഭാഗത്ത് വെബ് പോലെ കാണപ്പെടുമെന്ന് പറഞ്ഞു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ബാക്കി സിംറ്റംസ് ആണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ലൈംഗിക ക്രോമസോമിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ തകരാറുകൾ. അടുത്തത് അതിൽ ഒരെണ്ണമാണ് പഠിച്ചത് ടേണർ സിൻഡ്രോം. വേറൊന്നാണ് അല്ലെങ്കിൽ മറ്റൊന്നാണ് ക്ലൈൻഫിൽറ്റേഴ്സ് ഓർ ക്ലിൻഫിൽറ്റേഴ്സ് സിൻഡ്രോം. ക്ലിൻഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇവിടെ ക്രോമസോം നമ്പർ നോക്കാം, 47. ഇവിടെ അഡീഷണൽ ആയിട്ടൊരു എക്സ് ക്രോമസോം വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്?
അഡീഷണലായിട്ട് ഒരു എക്സ് ക്രോമസോം വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുക. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം XX-Y എന്നായിരിക്കും. ഓക്കെ, 22 പെയർ ഓട്ടോസോംസ് പ്ലസ് XX-Y എന്നായിരിക്കും കാണാനായിട്ട് പറ്റുക. XX-Y 47 അതിൽ തന്നെ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് XX-Y ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്ത് കാരണമാണ് ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന്? മാതാപിതാക്കളിൽ ഫീമെയിലും ഉണ്ടാവും മെയിൽ പാരൻറ്റും ഉണ്ടാവും അല്ലേ. സോ പുരുഷനിലോ അല്ലെങ്കിൽ അച്ഛനിലോ അമ്മയിലോ എക്സ് ക്രോമസോം വിഘടിപ്പിക്കാത്തതിൽ എക്സ് ക്രോമസോം എന്ത് സംഭവിക്കും? ഒന്നുകിൽ അമ്മയിലായിരിക്കാം, അമ്മയിൽ മിയോസിസ് നടന്നു കഴിഞ്ഞപ്പോൾ എക്സ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ വന്ന എഗ്ഗിൽ എന്ത് ഫോം ചെയ്ത അണ്ടത്തിൽ എന്ത് സംഭവിച്ചു? 2 എക്സ് ക്രോമസോം ഉണ്ട്. ഇങ്ങനെയുള്ള എന്ത് സംഭവിക്കും? ഒരു അണ്ടം Y ക്രോമസോമുള്ളൊരു ബീജമായിട്ട് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന സൈഗോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? XX-Y എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഫീമെയിൽ പാരൻറ്റിൽ ഫോം ചെയ്തേക്കണ അണ്ടം എന്ന് പറയുന്നത് നോർമലാണ്, ഒരു എക്സേ ഉള്ളൂ. പക്ഷേ അച്ഛനിൽ നിന്ന് ഫോം ചെയ്തേക്കണ സ്പേം അല്ലെന്നുണ്ടെങ്കിൽ ബീജത്തിന് എന്ത് സംഭവിച്ചു? അവിടെ പ്രോപ്പറായിട്ട് നോൺ ഡിസ്ജങ്ഷൻ ഒന്നും നടന്നില്ല. നോൺ ഡിസ്ജങ്ഷൻ അല്ല, അവിടെ പ്രോപ്പറായിട്ട് കോശവിഭജന സമയത്ത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് സെപ്പറേഷൻ ഒന്നും നടന്നില്ല. അപ്പോൾ ഫോം ചെയ്ത ബീജത്തിൽ എക്സ് ക്രോമസോമും ഉണ്ട് Y ക്രോമസോമും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? സാധാരണയായിട്ടുള്ളൊരു അണ്ടം അബ്നോർമലായിട്ടുള്ള ഒരു ബീജമായിട്ടാണ് ഇവിടെ ബീജസങ്കലനം നടക്കുക. ഫോം ചെയ്യണ സൈഗോട്ടിൽ വീണ്ടും എന്ത് സംഭവിക്കും? XX-Y എന്നുള്ള കണ്ടീഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഇത് ആദ്യമായിട്ട് വിവരിച്ചത് HF ക്ലൈൻഫെൽറ്റർ ആണ്. HF ക്ലൈൻഫെൽറ്റർ. ഇവിടെയും ഇവരെ ഫിസിക്കലി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു മെയിലാണെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു പുരുഷനാണെന്ന് തോന്നും. പക്ഷെ എന്താണ്? ഇവരും സ്റ്റെറൈലായിരിക്കും, സ്റ്റെറൈൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ദെൻ ഇവിടെ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ 1000 മെയിൽ ബർത്ത് അല്ലെങ്കിൽ 1000 ആൺകുഞ്ഞുങ്ങൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെന്നുള്ള രീതിയിലാണ് ക്ലൈൻഫെൽറ്റേഴ്സ് ഡിസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നീണ്ട കൈയായിരിക്കും, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കാണിക്കും. ഓക്കെ, ഗൈനക്കോ മാസ്റ്റിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. എന്താണ്? ഗൈനക്കോ മാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ എന്നുള്ളൊരു കണ്ടീഷൻ ഈ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വൽസ് കാണാനായിട്ട് പറ്റും. കാരണം അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്തനവികസനമൊക്കെ ഉണ്ടാകും. ദെൻ ബീജോൽപാദനം കുറവായിരിക്കും അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. ദെൻ വൃഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിരിക്കും. ദെൻ മെൻ്റൽ റിട്ടാർഡേഷൻ ബുദ്ധിമാന്ദ്യമൊക്കെ കാണിക്കാറുണ്ട്. ഇതാണ് ഗൈനക്കോമാസ്റ്റിയ ഉള്ളത്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രൈണ സ്വഭാവം. അതെങ്ങനെയാ? പുരുഷന്മാരിൽ സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പ്യൂബിക് ഹെയർ ഒക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ വൃഷണമൊക്കെ ചെറുതായിരിക്കും. ദെൻ ഫീമെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളുടെ ഫീച്ചേഴ്സ് വരില്ല, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കാണിക്കില്ല, പ്യൂബിക് ഹെയർസ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇവിടെ ഫീമെയിൽസിൽ കാണാനായിട്ട് പറ്റില്ല. ദെൻ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഉള്ള ഒരു ഇൻഡിവിജ്വലിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ എങ്ങനെയായിരിക്കും? ഫേഷ്യൽ ഹെയർ ഒക്കെ കുറവായിരിക്കും, ബോഡി ഹെയർ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അന്യൂപ്ലോയിഡിയിലാണ് നമ്മുടെ ഓട്ടോസോമൽ ഡിസോർഡേഴ്സും അതുപോലെ തന്നെ അലോസോമൽ ഡിസോർഡേഴ്സും വരുന്നത്. then അവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു? ക്രോമസോമൽ നമ്പറിന് ചേഞ്ച് ഉണ്ടാവും. ക്രോമസോമൽ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് അന്യൂപ്ലോയിഡി. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറൊരു ടേമാണ് യൂപ്ലോയിഡി. യൂപ്ലോയിഡി ഇവിടെ ഒരു കംപ്ലീറ്റ് സെറ്റ്, നമുക്കറിയാം മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ 2N ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഇവിടെ ഒരു ക്രോമസോം നമ്പർ കൂടുതലല്ല, ഒരു സെറ്റ് ക്രോമസോം. അപ്പോൾ 2N എന്ന് പറയുന്നത് ചിലപ്പോൾ 3N ആവും, 4N ആവും, 6N ആവും, അങ്ങനെ മാറിപ്പോകും. ഇങ്ങനെ വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ യൂപ്ലോയിഡി. ചിലപ്പോൾ ഫുള്ള് നഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഫുൾ സെറ്റ് ഗെയിൻ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ കിട്ടുമായിരിക്കും. ക്രോമസോമിൻ്റെ മുഴുവൻ സെറ്റിൻ്റെയും നഷ്ടം അല്ലെങ്കിൽ നേട്ടം, അതായത്
2n ഉള്ളത് ഒന്നുകിൽ n ആകാം, അങ്ങനെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം നഷ്ടപ്പെട്ടു. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ക്രോമസോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് 3n 4n ഒക്കെ ആയിട്ട് മാറാനായിട്ട് പറ്റും. ഇവിടെ ഹാപ്ലോയിഡ് 2 ടേംസ് വരുന്നുണ്ട്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? ഒരു കൂട്ടം ക്രോമസോമുകളുടെ നഷ്ടം. 2n എന്നുണ്ടായിരുന്നു, അവിടെ n നമ്പർ ഓഫ് അല്ലെങ്കിൽ n സെറ്റ് ഓഫ് ക്രോമസോംസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്തായി മാറി? 2n ഉണ്ടായിരുന്ന ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ഹാപ്ലോയിഡ് ആയിട്ട് മാറി. അതല്ല എന്നുണ്ടെങ്കിൽ പോളിപ്ലോയിഡ് കണ്ടീഷൻസും വരാം. യൂപ്ലോയിഡിൽ ഒന്നോ അതിലധികമോ സെറ്റ് ക്രോമസോമുകൾ കൂടിച്ചേരും. ഒരു സെറ്റാകാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെറ്റ് ക്രോമസോംസ് ആക്ച്വലി ഉള്ളതിൻ്റെ ഒപ്പം വന്ന് കൂടുന്നതിനെ, കൂട്ടിച്ചേർക്കുന്നതിനെയാണ് പോളിപ്ലോയിഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ പോളിപ്ലോയിഡ് കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ 3n ട്രിപ്ലോയിഡ് ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ 6n ഹെക്സാപ്ലോയിഡ്, ഇങ്ങനെ കൂടുതൽ സെറ്റ് ക്രോമസോംസ് ആഡ് ചെയ്ത് വരുന്നതിനനുസരിച്ച് പേരും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നോക്കാം, ഇതെങ്ങനെയാണ്? ഒരു സെറ്റേ ഉള്ളൂ, അത് n അല്ലേ, ഹാപ്ലോയിഡ്. ദെൻ ഇവിടെ ഡിപ്ലോയിഡ്, എന്ത് സംഭവിച്ചു? ഈ ക്രോമസോമിൻ്റെ തന്നെ ഒരു കോപ്പി, ഈ ക്രോമസോമിന് ഒരു കോപ്പി, അങ്ങനെ ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഇവിടെ നോക്കിക്കേ, ഒരേ ക്രോമസോമിൻ്റെ എത്ര കോപ്പി ഉണ്ട്? 3 കോപ്പി. ഇവിടെ കണ്ടീഷൻ 3n. ആൻഡ് ദിസ് ഈസ് ടെട്രാപ്ലോയിഡ്. ടെട്രാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരേ ക്രോമസോമിൻ്റെ 4 കോപ്പിയാണ് വന്നിരിക്കുന്നത്. ഈ കണ്ടീഷനാണ് 4n എന്ന് വിളിക്കുക. 4n. ഇതെല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാം തന്നെ എന്താ സംഭവിക്കുന്നത്? ക്രോമസോമിൻ്റെ നമ്പറിലാണ് മാറ്റം വരുന്നത്. ഇങ്ങനെ ക്രോമസോമിൻ്റെ നമ്പറിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണോ ക്രോമസോമിന് വരുന്ന തകരാറുകൾ? അല്ല, ക്രോമസോമിൻ്റെ സ്ട്രക്ചറിന് വരുന്ന ചേഞ്ചസും എന്ത് തന്നെയാണ്? ക്രോമസോമിൽ തകരാറുകളിൽ വരുന്നതാണ്. ദ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമസോമിൻ്റെ ഘടന, ആ അറേഞ്ച്മെൻറ്റ് പാറ്റേണിൽ തന്നെ വ്യത്യാസം വരും. എങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നതെന്ന്? ഡിലീഷൻ ആകാം. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ്, ഒരു കഷ്ണം അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ ഒരു പർട്ടിക്കുലർ റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ആ അവസ്ഥയാണ് ഡിലീഷൻ എന്ന് പറയും. ഡിലീഷൻ ഇല്ലാതാവുകയാണ്. ദെൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ റീജിയൻ ഒരു ക്രോമസോമിലുണ്ട്, അതുപോലെ തന്നെ വേറൊരു റീജിയൻ കൂടി ഉണ്ടാകും. ഇതിനെയാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. ഡ്യൂപ്ലിക്കേഷൻ, ഓക്കെ. ഇരട്ടിപ്പിക്കൽ എന്ന് പറയും. ദെൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതായിരുന്നു കറക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എ എന്ന് പറയുന്ന ജീൻ, ഇവിടെ ജി എന്ന് പറയുന്നത് A to G എന്നുള്ള ഫോർമാറ്റിലായിരുന്നു ആ പർട്ടിക്കുലർ ക്രോമസോമിൽ ആ റീജിയൻ കാണാനായിട്ട് പറ്റുക. ഇൻവേർഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് നേരെ ഓപ്പോസിറ്റ് ആവും. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇൻവേർഷൻ കഴിഞ്ഞപ്പോൾ GA എന്നായിട്ട് മാറി. ഇങ്ങനെയൊക്കെയാണ് ക്രോമസോമിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ ചേഞ്ച്. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു സെഗ്മെൻറ്റ് വന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, പുതിയൊരു സെഗ്മെൻറ്റ് വന്ന് ജോയിൻ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻസേർഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്രോമസോം 4ഉം ക്രോമസോം 20ഉം. ഇവിടെ എന്താ സംഭവിച്ചാൽ ക്രോമസോം 4ൽ നിന്ന് ഒരു പീസ് 20ലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ 20ക്ക് സ്ട്രക്ചറലി ഡിഫക്ട്സ് വന്നു അല്ലേ. ദെൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? പരസ്പരം സെഗ്മെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്തു. ഇപ്പോൾ ക്രോമസോം 4, ക്രോമസോം 20. ക്രോമസോം 4ൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ക്രോമസോം 20യുടെ ഈ ഒരു റീജിയനിൽ ചെന്നു ബൈൻഡ് ചെയ്തു. ദെൻ ക്രോമസോം 20യുടെ ഈ ഒരു സെഗ്മെൻറ്റ് എങ്ങോട്ട് വന്നു? ക്രോമസോം 4ലോട്ട് വന്നു. സോ രണ്ടിൻ്റെയും സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന മാറിപ്പോയി. ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു സ്ട്രക്ചറൽ ഡിഫക്ട്സിൽ വരുന്നത്. നമ്മുടെ സിലബസിൽ നമുക്ക് ഹ്യൂമൻ ജനറ്റിക്സിൽ നോക്കാനുള്ളത് അന്യൂപ്ലോയിഡിയാണ് മെയിനായിട്ട്. ഓട്ടോസോമൽ ആൻഡ് അലോസോമൽ ഡിസോർഡേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഡിസോർഡറിൻ്റെ പേര് തന്നിട്ടുണ്ട്. ക്ലൈൻഫിൽറ്റേഴ്സ് ആൻഡ് ടേണേഴ്സ് സിൻഡ്രോം ഏതിലാണ് വരുന്നത്? സെക്സ് ലിങ്ക്ഡ് അല്ലേ. അലോസോമൽ ഡിസോർഡേഴ്സ് ആണ്. ദെൻ നമുക്ക് പറയാനുള്ളത് ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് ആയിരുന്നു. അതിൽ നമ്മൾ 2 എണ്ണം പഠിച്ചു. രണ്ടും ട്രൈസോമി തന്നെയാണ്. എഡ്വേർഡ് സിൻഡ്രോം അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. മാക്സിമം മലയാളം ടേംസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കുക. അത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. സമഗ്രേനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു.